വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അത്രമാത്രം മിശിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട താമരശ്ശേരിയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ അബ്രാഹം മേൽച്ച ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സമാഗതമാകുന്ന തിരുനാളിൻ്റെ മംഗളം എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ട റെപ്രസൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും താമരശ്ശേരിയിൽ നിന്ന് പ്രതിനിധികളായി ഞങ്ങൾ വൈദികരും സമർപ്പിതരും വിശ്വാസ സമൂഹവും തിരുനാളിൻ്റെ ഒരു ദിവസം ഇവിടെ വന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതിന് കാരണവും അച്ഛൻ സൂചിപ്പിച്ചു. താമരശ്ശേരി രൂപതയുടെ മധ്യസ്ഥ വിശുദ്ധ അൽഫോൻസാമയാണ്. വിശുദ്ധ അൽഫോൻസാമ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ്. അത് വത്തിക്കാൻ പ്രത്യേകമായി നിഷ്കർഷിക്കുകയാണ്. അടയാളങ്ങൾ കണ്ടാൽ മാത്രമേ അവരെ വിശുദ്ധിയുടെ പദവിയിലേക്ക് ഉയർത്തുകയുള്ളൂ. കൃത്യമായ അടയാളങ്ങൾ. താമരശ്ശേരി രൂപതയുടെ മധ്യസ്ഥയെ വിശുദ്ധ അൽഫോൻസ എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു അടയാളമായിട്ടാണ് നമുക്ക് ദർശിക്കാൻ കഴിയുക. കാരണം മറ്റൊന്നല്ല, തലശ്ശേരി രൂപതയുടെ അതിരൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ പിതാവിന് അൽഫോൻസാം ആത്മീയമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുവാൻ വലിയ ഭാഗ്യം ലഭിച്ചു. 3 മാസത്തോളം വിശുദ്ധ കുർബാന നൽകുവാനും ആത്മീയ ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ ഭാഗ്യം. വിശുദ്ധ എല്ലാവരും ആകർഷിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ, ധാരാളം ആളുകൾ ഈ കബറിടത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും പിതാവിന് വലിയ സന്തോഷമായി. 1986 താമരശ്ശേരി രൂപത സ്ഥാപിതമാകുമ്പോൾ വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥ്യം നൽകണമെന്ന് ആഗ്രഹം. പക്ഷേ വിശുദ്ധ വാഴ്ത്തപ്പെട്ടവർ പോലും ആയിട്ടില്ല. ഇനി എങ്ങനെ നൽകാൻ സാധിക്കും? ധന്യനായ പൗലോസ് പിതാവ് വിശുദ്ധ അൽഫോൻസാമയോട് തന്നെ വിശുദ്ധയോടെ പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 8-ാം തീയതി 1986 വിശുദ്ധ ജോർജ് മാർപ്പാപ്പ അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തി. 1986 ഏപ്രിൽ 28-ാം തീയതി താമരശ്ശേരി രൂപത തലശ്ശേരി അതിരൂപതയിൽ നിന്ന് വിഭജിച്ച് സ്ഥാപിതമാകുമ്പോൾ വാഴ്ത്തപ്പെട്ടവർ മധ്യസ്ഥയായിരിക്കുന്നതിനുള്ള പ്രത്യേകമായ അനുവാദം റോഡിൽ നിന്ന് വാങ്ങി സ്വീകരിച്ചു. പ്രഥമ മെത്രാനായിട്ട് ദൈവം നിയോഗിച്ചത് എറണാകുളം അതിരൂപതയുടെ സഹായ മെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ നമ്പിളിക്കൽ പിതാവിനായിരുന്നു. പിതാവിൻ്റെ അമ്മ റോസമ്മ അൽഫോൻസാമയോട് വലിയ സ്നേഹവും ഭക്തിയുമുള്ള വ്യക്തിയായിരുന്നു. സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ രോഗം വന്നപ്പോൾ പരിശീലനം പൂർത്തിയാക്കി വീണ്ടും വീട്ടിലേക്ക് തിരികെ പോകേണ്ടി വരുമെന്ന ഘട്ടം വന്നു. അപ്പോൾ പിതാവിൻ്റെ അമ്മയ്ക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അൽഫോൻസാമയുടെ അപകടത്തിൽ പിതാവിനെ സെമിനാരിക്കാരനായിരുന്ന പിതാവിനെ കൊണ്ടുവരികയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ വളരെ ഗൗരവമായ രോഗം വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആ വ്യക്തിയാണ് താമരശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാനായി പരിശുദ്ധാത്മാവ് നിയോഗിക്കുമ്പോൾ വിശുദ്ധ അൽഫോൻസയെ വാഴ്ത്തപ്പെട്ടവളെന്ന നിലയിൽ തന്നെ ഞങ്ങൾക്ക് മധ്യസ്ഥയായിട്ട് കിട്ടുന്നു. 2008 വിശുദ്ധിയുടെ പദവിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉയർത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും എന്തോ സന്തോഷമാണ് താമരശ്ശേരി രൂപതയ്ക്കുള്ളത്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുകയാണ്. ഭരണകാലത്ത് ഭാരതത്തിന്റെ കൊച്ചു ത്രേസ്യായ ഞങ്ങളുടെ മധ്യസ്ഥയാണ്. ധാരാളം ദേവാലയങ്ങൾ ഞങ്ങളുടെ രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും ദിവസങ്ങളെല്ലാം 9 ദിവസവും പ്രത്യേകമായ പ്രാർത്ഥനകൾ ധാരാളം ആളുകൾ പൂർത്തിയാക്കുന്നു. ഇന്നത്തെ ഈ ജൂബിലിയിൽ വൈദികരും സമർപ്പിതരും വിശ്വാസ സമൂഹവും ഒരുമിച്ച് വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടത്തിൽ വിശുദ്ധയുടെ സാന്നിധ്യത്തിൽ ദൈവത്തിന് അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. താമരശ്ശേരി രൂപതയെ മുഴുവനായി
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, വിശ്വാസ സമൂഹത്തെ മുഴുവനും സമർപ്പിക്കുക. ഞങ്ങൾ നേരിടുന്ന ധാരാളം പ്രതിസന്ധികളുണ്ട്. മലയോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ എന്ന നിലയിൽ വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾ, കാലാവസ്ഥയിലുള്ള വ്യതിയാനം, സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ എല്ലാം ഞങ്ങളെ പരിഭ്രാന്തി ഉള്ളവരാക്കി തീർക്കുകയാണ്, വേദന നൽകുകയാണ്. താമരശ്ശേരിയിലേക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നടത്തിക്കുകയാണ്. ഈ ഒരു വേദിയിൽ നമ്മളുടെ നിയോഗങ്ങളെല്ലാം വ്യക്തിപരമായി നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് വിശ്വാസ സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വർഷം നമുക്ക് വളരെ പ്രത്യേകതയുള്ള വർഷമാണെന്ന് നമുക്കറിയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ 2024 മെയ് മാസത്തിൽ 2025 വർഷം പ്രത്യാശയുടെ വർഷമായിട്ട്, ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചു. അത് പ്രത്യാശയുടെ വർഷമാണ്. സ്പേസ് നോട്ട് ഓൾസോണ്ടി. റോമാക്കാരുടെ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈ ഒരു വർഷം ജൂബിലി വർഷമാണ്. സഭയ്ക്ക് മുഴുവനായിട്ട് ജൂബിലി വർഷം. താമരശ്ശേരിയിലുള്ള സ്ഥാപിതമായിട്ട് 40 വർഷം ജൂബിലി. ജൂബിലിന്റെ ഒരു വർഷം പ്രത്യേകമായിട്ട് തീർത്ഥാടനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ. ആഹ്വാനം ചെയ്തതിനു ശേഷം സ്വർഗത്തിലേക്ക് പ്രിയങ്കരനായ മാർപ്പാപ്പ തീർത്ഥാടനം ചെയ്തു എന്നുള്ളതും നമ്മെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും. നമുക്കൊരു പാഠം നൽകിക്കൊണ്ടാണ്, ആ വഴിയെ സഞ്ചരിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യജീവിതയിലേക്ക് കടന്നുപോയത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന വലിയൊരു സന്ദേശം നമുക്ക് നൽകുകയാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു പ്രമേയം തന്നെയാണ് പ്രത്യാശ എന്നുള്ളത്. അത് നമ്മെ നിരാശരാക്കാൻ പാടില്ല. കാരണം പ്രത്യാശ അടിയുറച്ചിട്ടുള്ളത് ദൈവസ്നേഹത്തിലാണ്. ഇന്നത്തെ പത്രം എടുത്ത് വായിച്ചാൽ, ഞാനത് വായിക്കുമ്പോൾ 3 പേരുടെ ആത്മഹത്യയാണ്. അത് 3 ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകൾ. 36 വയസ്സ് 2 കുഞ്ഞുങ്ങളുടെ അമ്മ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ. ഫേസ്ബുക്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നുള്ള സന്ദേശം നൽകി. ഈ സന്ദേശം വായിച്ച ആളുകൾ എത്തുമ്പോഴേക്കും അവർ ആത്മഹത്യ ചെയ്തു. എന്തിന്? പ്രത്യാശയില്ല. അത് തന്നെ കാരണങ്ങൾ വളരെ നിസ്സാരമായിരിക്കും. പ്രതീക്ഷ നഷ്ടപ്പെടുക. ഗാർഹിക പീഡനത്തിന്റെ പേരിൽ 2 യുവതികൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയിൽ അതിനോട് ചേർത്ത് തന്നെ വായിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്രയോ ദുഃഖപൂരിതമാകുകയാണ്, വേദനിക്കുകയാണ്. പ്രത്യാശ ഇല്ലാത്ത ഒരു സമൂഹം. അവിടെ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം നമുക്ക് നൽകുന്നത് പ്രത്യാശയാണ്. വിശുദ്ധ അൽഫോൻസ പ്രത്യാശയുടെ പ്രവാചകയായിരുന്നുവെന്ന് ആ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ നൽകുന്ന ജീവിതം നൽകുന്ന വലിയ സന്ദേശം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനാണ് ഈ തിരുനാള് ഒരുങ്ങുമ്പോൾ നമ്മെ ആഹ്വാനം ചെയ്യുക. നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, രോഗത്തിന്റെ വിഷമങ്ങൾ, മറ്റ് വേദനകൾ, കഷ്ടപ്പാടുകൾ, ശാരീരികമായിട്ടുള്ള വേദനകൾ, ആത്മീയമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകൾ, എന്തെങ്കിലും മേഖലകളിൽ നമുക്ക് ത്യാഗങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. പക്ഷെ അവയെല്ലാം നമുക്ക് പ്രത്യാശയോടുകൂടെ നേരിടണം. അതാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പോസ്തലന്റെ ആ വാക്കുകൾ ദൈവസ്നേഹത്തിൽ അടിയുറച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയും ധീരതയോടെ നേരിടാൻ സാധിക്കും. കാരണം വിശുദ്ധ അൽഫോൻസാമ നമ്മെ അതാണ് പഠിപ്പിച്ചത്. അതാണ് നമുക്ക് ആ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ ആഹ്വാനം ചെയ്യുക, നമ്മെ പഠിപ്പിക്കുക, നമ്മളോട് ചോദിക്കുക, ജീവിതത്തിൽ പ്രത്യാശയുണ്ടോ? അൽഫോൻസാമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ അവർ എന്നും പ്രത്യാശയുള്ളവരായിരുന്നു. അത് നമ്മെ പഠിപ്പിച്ചു. ആ വലിയൊരു പുണ്യം ഏതൊരു ക്രൈസ്തവനും ജീവിതത്തില് അടിത്തറയായിട്ട് സൂക്ഷിക്കുന്നു. എബ്രായർക്കുള്ള ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പ്രത്യാശയാണ് നമ്മുടെ ആത്മാവിന്റെ
സുസ്ഥിരവും സുരക്ഷിതവുമായ നങ്കൂരം. മനോഹരമായിട്ടുള്ള വചനം. എബ്രായർക്കുള്ള ലേഖനം 6:19. പിതാവായ അബ്രാഹത്തിന്റെ ജീവിതം പഠനവിധേയമാക്കിക്കൊണ്ട് അതിന്റെ സമാപനത്തിലാണ് ലേഖനകർത്താവ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അബ്രാഹാം പ്രത്യാശയോടുകൂടെ കാത്തിരുന്നു, ക്ഷമയോടുകൂടി കാത്തിരുന്നു, അനുഗ്രഹം പ്രാപിച്ചു. അതുപോലെ പ്രത്യാശ ആത്മാവിന്റെ സുസ്ഥിരവും സുരക്ഷിതവുമായ നങ്കൂരമാണെന്ന് പഠിപ്പിക്കുക. ആ ഒരു വിശുദ്ധ അൽഫോൻസ തന്റെ ജീവിതത്തിൽ അതാണ് പഠിപ്പിച്ചത്. നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും മറ്റൊന്നല്ല, ഏത് പ്രതിസന്ധികളിലും നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കണം. വിശുദ്ധിയുടെ ജീവിതം നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ പ്രത്യാശ അവരില് നിരവധി മേഖലകളിൽ കാണാം. എങ്കിലും അവരെപ്പോഴും സന്തോഷമുള്ള ഒരു വ്യക്തിയായിരിക്കും. പ്രത്യാശയുള്ളവര് എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. നിത്യതയെ ലക്ഷ്യം വെച്ചായിരുന്നു അവരുടെ ഓരോ ചുവടുവയ്പും. പ്രത്യാശയുള്ളവര് നിത്യതയെ ലക്ഷ്യം വെച്ചിരിക്കും. സഹനങ്ങളെ എപ്പോഴും കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രത്യാശയോടുകൂടി സ്വീകരിക്കുവാൻ സാധിക്കും. വിശുദ്ധ ആ വലിയൊരു പാഠം നോക്കുന്നതാണ്. എപ്പോഴും സന്തോഷമുള്ളവരായിരുന്നു. നിത്യതയെ ലക്ഷ്യം വെച്ച് വിശുദ്ധ ജീവിച്ചു. അവർ സഹനങ്ങളെ സ്നേഹത്തോടുകൂടി ഹൃദയത്തോട് ചേർന്നു. നമ്മുടെ ജീവിതത്തിലും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഏത് പ്രതിസന്ധിയുടെ നിലവിലും വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം അതാണ്. അവരെപ്പോഴും സന്തോഷമുള്ളവരായിരുന്നു. എല്ലാവരെയും കണ്ടുമുട്ടുന്ന എല്ലാവർക്കും സന്തോഷം നൽകി. അവര് വേദനകളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നു. പലപ്പോഴും കുറ്റപ്പെടുത്തലുകളുണ്ടായിരുന്നു സമൂഹത്തിൽ നിന്ന്. പക്ഷേ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ എഴുതിയിട്ടുള്ള എല്ലാവരും സൂക്ഷിക്കുന്നു. ഒരു മാലാഖയുടെ ഒരു മുഖം, പ്രശാന്തത, ഒരു ദിവ്യ പ്രകാശം അവരുടെ മുഖത്തുണ്ടായിരുന്നു. വേദനയുണ്ടായിരുന്നു, ദുഃഖങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവർ സന്തോഷം ഉള്ളവരായിരുന്നു. പീഡിപ്പിച്ചവരോടും സന്തോഷത്തോടെ വർദ്ധിച്ചു. പുതുതായിട്ട് വന്ന ഒരു വൈദികൻ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പരിചയമില്ലാത്ത വൈദികനായിരുന്നു. അൽഫോൻസാമ്മയെ ഹൃദയം തുറന്ന് സംസാരിച്ചപ്പോൾ അൽഫോൻസാമ്മയെ വളരെ കാർക്കശ്യത്തോടുകൂടെ കുറ്റപ്പെടുത്തി വഴക്ക് പറഞ്ഞു. അടുത്ത പ്രാവശ്യം സംസാരിപ്പിക്കുവാനായിട്ട് അച്ഛൻ വന്നപ്പോൾ മനോഹരമായൊരു പൂവാണ്. അതിൽ ഈശോയുടെ ഹൃദയവും ഉണ്ണിച്ചേർത്ത് ആ വൈദികൻ സമ്മാനമായിട്ട് നൽകി. തന്നെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തിയ വൈദികന് സന്തോഷത്തോടുകൂടി ഒരു സമ്മാനം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4 നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. അക്ഷരാർത്ഥത്തിൽ അവർ പ്രത്യാശയുള്ള ഒരു വലിയ വിശുദ്ധി ആയതുകൊണ്ടാണ് അവർക്ക് സന്തോഷിക്കാൻ സാധിച്ചത്. എന്തുകൊണ്ട് വിശുദ്ധ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു? വിശുദ്ധിയാകുന്നതിനുള്ള പ്രധാന കാരണം കുഞ്ഞുങ്ങളാണല്ലോ. കാരണം അവർ കുഞ്ഞുങ്ങളുടെ ഹൃദയമുള്ള വ്യക്തിയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും സന്തോഷമുള്ളവർ. അവരുടെ ആ സന്തോഷം വിശുദ്ധിക്ക് ലഭിക്കുകയാണ്. അത് പ്രത്യാശയുള്ളവർക്ക് എപ്പോഴും സന്തോഷമുള്ള മുഖത്തോടുകൂടി മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ സന്തോഷത്തോടുകൂടി പെരുമാറാൻ എല്ലാം സാധിക്കും. സന്തോഷമുള്ള നിത്യതയെ ലക്ഷ്യം വെച്ചാണ് അവർ ജീവിക്കുക. പ്രത്യാശയുള്ളവർ ഈ ലോകത്തുള്ള ഏത് കാര്യങ്ങളും അത് ഹ്രസ്വമായിട്ടുള്ളതാണെന്നും ഈ ലോകത്തിൽ ഞങ്ങൾ വെറും ദാസരാണെന്നും തീർത്ഥാടനത്തിലുള്ളവരാണെന്നും ആഴമായ ബോധ്യം പ്രത്യാശയുള്ളവരുണ്ട്. വിശുദ്ധ അൽഫോൻസയിൽ അത് തിളങ്ങി നിന്നിരുന്നു നമുക്ക് കാണാം. അവരെന്താണ് ആഗ്രഹിച്ചത്? എനിക്കൊരു പുണ്യവതി ആകണം. ആവർത്തിച്ച് തന്റെ കത്തുകളിൽ എല്ലാം കാണാൻ സാധിക്കും. സഹോദരിമാരോട് പറയുമ്പോഴും എനിക്കൊരു പുണ്യവതി ആകണം, വിശുദ്ധി ആകണം. അതുകൊണ്ട് വിശുദ്ധ അതൊരു പ്രത്യാശയാണ്. എനിക്കൊരു പുണ്യവതിയായി തീരണം. എപ്പോഴും സ്വർഗത്തെ കുറിച്ച് വിശുദ്ധി ചിന്തിക്കുമായിരുന്നു. എന്റെ ആത്മീയ പിതാവ് വരുമ്പോൾ അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യേകമായ സന്തോഷമുണ്ടായിരുന്നു. അതിന് കാരണം വിശുദ്ധ പറയുകയാണ്, ഞാൻ സ്വർഗസ്ഥനായ പിതാവിനെ കണ്ടതുപോലെയാണ് എന്റെ ആത്മീയ പിതാവിനെ കണ്ടത്. ഒരു കുമ്പസാരക്കാരനെ ആത്മീയ പിതാവിനെ കാണുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെ കാണാൻ നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് സാധിക്കും. വിശുദ്ധ അൽഫോൻസയ്ക്ക് സാധിച്ചതുപോലെ അവരത് ഓരോ അവസരത്തിൽ അവർ വിശുദ്ധരുമായിട്ടുള്ള വലിയ സഖ്യം കൂട്ടായ്മ അവർക്കുണ്ടായിരുന്നെന്ന് നമുക്കറിയാം. വിശുദ്ധ കൊച്ചു ത്രേസ്യായും വിശുദ്ധ ചാവർ പിതാവും എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് നേരിട്ട് കടന്നു വന്ന് ദർശനങ്ങൾ നൽകിയത് നമുക്ക് കൃത്യതയോടുകൂടി അറിയാമല്ലോ. കാരണം അവര് നിത്യതയെ ലക്ഷ്യം വെച്ചാണ് ജീവിക്കുന്നത്. അവർക്ക് ഈ ലോകത്തെ നിസ്സാരമായിട്ട് കണക്കാക്കിയ കാരണം ഇവിടെ ഹ്രസ്വമായ കാലമേ ഉള്ളൂ എന്ന് വ്യക്തമായിട്ടുള്ള അറിവ് അവർക്ക് കിട്ടുകയാണ്.
അത് പ്രത്യാശയുള്ളവർക്ക് നൽകുന്ന ദൈവം നൽകുന്ന വലിയ അറിവാണ്. അവരെ ഒന്നും വേദനിപ്പിക്കുന്നില്ല, അവർക്ക് സ്ഥാനമാനങ്ങളും ആവശ്യമില്ല. അവരുടെ മരണത്തോടൊക്കെ അടുക്കുമ്പോഴേക്കും അവര് പ്രത്യേകമായിട്ടുള്ള മിസ്റ്റിക്കൽ എക്സ്പീരിയൻസുകൾ ഉണ്ടെന്നും പ്രത്യേകമായ എന്തോ കൃപാകരം കർത്താവിൽ ചൊല്ലിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവരുടെ വാക്കുകളൊക്കെ എഴുതി അവരുടെ സഹോദരിമാർ പറഞ്ഞു, ഞങ്ങൾ എഴുതി സൂക്ഷിക്കും. അപ്പോൾ വിശുദ്ധ പറയുകയാണ്, ദൈവം ചെയ്യരുത്, ഞാൻ ആരും അറിയപ്പെടാതെ കടന്നു പോകട്ടെ, എന്നെ പറ്റി ആരും അറിയരുത്. അത് നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവർക്കേ സാധിക്കൂ. അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ ബഹുമാനിച്ചില്ല, ആദരിച്ചില്ല, അവരെന്നോട് സ്നേഹം കാണിച്ചില്ല, എനിക്ക് സമ്പത്തിനോടുള്ള താല്പര്യങ്ങൾ, എന്തെല്ലാം ഈ ലോകത്തോടുള്ള താല്പര്യങ്ങൾ, സ്വർഗത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന പ്രത്യാശയില്ലാത്ത കാലം, ഒരു പ്രതിസന്ധി വരുമ്പോൾ തീർത്തും നഷ്ടപ്പെടുന്ന ഒരു കാലം, ജീവിതം നഷ്ടപ്പെടുത്തുന്ന കാലം. അത് വിശുദ്ധ അൽഫോൻസ നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിച്ചു, ഒരു പ്രത്യാശയുള്ളവരായിരുന്നു. അത് തന്നെയാണ് അവർ സഹനങ്ങളെ നേരിട്ടത്. ഈ സഹനങ്ങൾ തൽക്കാലത്തേക്കുള്ളൂ, അതിനപ്പുറത്തായിട്ടൊരു വെളിച്ചം ഈ സഹനങ്ങൾ കൊണ്ട് ആ പ്രകാശത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് വിശുദ്ധ തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുക. അപ്പൊ പ്രത്യാശയുള്ളവരെപ്പോഴും സഹനം അവസാനത്തെ വാക്കായിട്ട് കണക്കാക്കിയില്ല. സഹനത്തിനപ്പുറത്ത് രക്ഷാകരമായ പദ്ധതി ദൈവത്തിന്റെ ഉണ്ട് എന്ന് ദർശിക്കുവാൻ സാധിക്കും. വിശുദ്ധ അൽഫോൻസ നൽകുന്ന പാഠം ഇതാണ്. ഞാനൊരു വട്ടയിലെയാണ്, ഇനി അത് വളമാകട്ടെ, വളമാകുമ്പോൾ അത് ഒരു ചെടിക്ക് അത് പ്രയോജനപ്രദമായി തീരും, ആ ചെടിയിൽ നിന്ന് പൂക്കൾ ഉണ്ടാകും, അതാണ് എന്റെ ലക്ഷ്യം. ഒരു സഹനം വട്ടയില, ഞാനൊരു വട്ടയിലയാണ്, ഞാനിവിടെ അഴുകിയില്ലാതാകണം, പക്ഷെ അത് അവസാനിക്കുന്നില്ലല്ലോ, ഇത് മനോഹരമായിട്ടുള്ള പൂവായി മറ്റുള്ളവർക്ക് സന്തോഷം പറയുന്ന ഒരു പൂവായി തീരും. സഹനങ്ങളിൽ പ്രത്യാശയിലേക്ക് വിശുദ്ധയെ നയിക്കുന്നത് എപ്രകാരമാണ്? നവസന്യാസിനികളോട് വിശുദ്ധ പറയുകയാണ്, നിങ്ങൾ ഓർത്തുകൊള്ളുന്ന നിങ്ങളുടെ ജീവിതം ഗോതമ്പ് മണി പോലെയാണ്. ഗോതമ്പ് മണി ഞെരിഞ്ഞമർന്ന് പൊടിയും, പൊടിഞ്ഞു കഴിഞ്ഞത് അപ്പമാകുമ്പോൾ അത് തീയിൽ ചൂടും. അപ്പോൾ തീയിൽ ചുടുമ്പോൾ അതൊരു അപ്പമായി, ഗോതമ്പ് അപ്പമായി മാറും. അതിലേക്ക് ദിവ്യകാരുണ്യം ഉണ്ണിയേശു കടന്നു വരികയല്ലേ, എന്തൊരു മഹാഭാഗ്യം! നിങ്ങളുടെ ജീവിതം അതാണ്. അതായത് സഹനങ്ങളില് ദൈവം തന്നെ കടന്നു വരുവാൻ സമാധാനത്തിൽ. അതുകൊണ്ട് പ്രത്യാശയുള്ളവരായിരിക്കുവിൻ. അത് തന്നെ മറ്റൊരവസരത്തിൽ വിശുദ്ധ നവസന്യാസികളോട് പറയുന്നുണ്ട്. ഒരു മുന്തിരിയുടെ കാര്യം ഓർക്കുക, അത് ഞെരിഞ്ഞമർന്നു കഴിയുമ്പോൾ, അതിൽ ദിവസങ്ങൾ അത് മൂടി വെക്കുമ്പോൾ അത് വീഞ്ഞായി മാറുകയാണ്, അത് തിരുരക്തമായി മാറുകയാണ്. അത് മുന്തിരിക്ക് കരുതാം, എത്രയോ ഭാഗ്യം. സഹനങ്ങളെ മൂല്യമുള്ളതായിട്ട് ആ കുരിശിന്റെ തണലിൽ അഭയം കണ്ടെത്തുക, അത് സങ്കേതമായി കണക്കാക്കുക. വിശുദ്ധ അൽഫോൻസ നമ്മെ പഠിപ്പിക്കുന്ന പ്രത്യാശയുടെ മാറ്റങ്ങൾ എത്രയോ വലുതാണ്. നാമെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, അത് നഷ്ടതയിലാകരുത്. വിശുദ്ധ അൽഫോൻസയുടെ തിരുനാള് ആഘോഷിക്കുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ പാഠങ്ങൾ, വിശുദ്ധിയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠങ്ങൾ, പ്രത്യാശയുടെ പാഠങ്ങൾ നമുക്ക് കരുത്താകട്ടെ, നമുക്ക് വഴിവിളക്കായി തീരട്ടെ, നമുക്ക് പാഥേയമാകട്ടെ, തിരുപാഥേയമായി മാറട്ടെ. നമുക്ക് എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കാൻ നമുക്ക് പ്രത്യാശ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട്, നമ്മെ കാണുന്നവർക്ക് പ്രത്യാശ നൽകിക്കൊണ്ട്, നമുക്ക് നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നൽകണം. പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കുക. അതോടൊപ്പം സഹനങ്ങൾ അവസാനമല്ല, അത് പ്രത്യാശയുടെ ആരംഭം മാത്രമാണ്. അത് രക്ഷാകര മൂല്യമാകുന്നതെന്നുള്ള ഉറച്ച ബോധ്യം. പരിശുദ്ധ അമ്മയോട് ആഴത്തിൽ സ്നേഹമുണ്ടായിരുന്നു വിശുദ്ധയ്ക്ക്. അതുകൊണ്ടാണ് അവർക്ക് ഈ പ്രത്യാശ, അമ്മയുടെ ആ വലിയ പ്രത്യാശ, രക്ഷകന് കടന്നു വരുമെന്ന് പറയുമ്പോൾ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന മനോഹരമായ സംഗീതത്തിനും ആലപിക്കാൻ അമ്മയ്ക്ക് സാധിച്ചല്ലോ. വലിയൊരു സന്തോഷം, ആ സമർപ്പണം, അതായിരുന്നു വിശുദ്ധ അൽഫോൻസയെ നയിച്ചത്. നമ്മെ നയിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യാശയുടെ വാക്കുകളാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമ പകർന്നുവന്ന ഈ പ്രത്യാശയുടെ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരെ നമുക്ക് പഠിപ്പിക്കുകയും ചെയ്യാം. ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് ഈ കബറിടത്തിലായിരിക്കുമ്പോൾ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് വിശുദ്ധ അൽഫോൻസാമയുടെ മാർഗീസ് നമുക്ക് യാചിക്കാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്ന പ്രിയപ്പെട്ട പ്രസിനോടും ഇവിടെയുള്ള പ്രിയപ്പെട്ട വൈദികരോടും സഹപ്രവർത്തകരോടും താമരശ്ശേരി രൂപതയുടെ മുഴുവൻ കൃതജ്ഞത പങ്കുവെക്കുകയാണ്. നമ്മൾ
ഇവിടെ വന്ന ഇന്ന് രാവിലെ 6 മണിക്കുള്ള വന്ന സമയം മുതൽ ഇപ്പോൾ വരെ പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ക്രമീകരിച്ച് ഞങ്ങൾക്ക് നൽകി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായി ഓർക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ വിശുദ്ധ അൽഫോൻസ് സ്വാമിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആ സന്നിധാനത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈ പ്രത്യാശയുടെ വർഷത്തിൽ പ്രത്യാശ നഷ്ടപ്പെടാതെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകും.